ഹലോ, ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള JEE മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിൻ്റെ റിസൾട്ട് അനാലിസിസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഓൾറെഡി ഈ ഒരു എക്സാമിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് എഴുതിയ എല്ലാ കുട്ടികളുടെയും മാർക്ക് ഡീറ്റെയിൽസ് എല്ലാം ഒരു PDF ആയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മളെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ PDF അയച്ചു തരുന്നതാണ്. ഇൻ കേസ് എഴുതി ആർക്കെങ്കിലും റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ 2025 JEE എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ ഈവൻ ക്ലാസ്സുകളടക്കം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, 100 കണക്കിന് കുട്ടികളുടെ ഒരു കമ്മ്യൂണിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ടെസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. ഒരുപാട് ഡിഫറെൻറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന, ഡിഫറെൻറ്റ് ജില്ലയിൽ താമസിക്കുന്ന കുട്ടികളാണ് എക്സാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് അനാലിസിസിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. അറൗണ്ട് 900 സ്റ്റുഡൻസ് ആണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ ആളുകൾ ആക്ച്വലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഏകദേശം ഡബിൾ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം 3 സ്ലോട്ടുകളിലായിട്ട് എക്സാം എഴുതാൻ വന്നിട്ടുള്ളത് 900ഓളം സ്റ്റുഡൻസ് ആണ്. നമ്മുടെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം JEE മെയിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 75 ക്വസ്റ്റ്യൻസും എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടൊന്നും വരാറില്ല. പലപ്പോഴും അതിൽ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ എല്ലാ 3 സബ്ജക്റ്റിൽ നിന്നും ഒരു 4 or 5 ക്വസ്റ്റ്യൻസ് എപ്പോഴും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടും സെറ്റ് ചെയ്യാറുണ്ട്. അതാണ് JEE മെയിൻ്റെ യൂഷ്വലി നമ്മൾ കാണാറുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. 56 കുട്ടികളാണ് ഇതിൽ 150+ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ 900ഓളം കുട്ടികൾ എക്സാം എഴുതിയതിൽ 56 കുട്ടികൾക്ക് മാത്രമേ 150+ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് തന്നെയാണ് നമ്മൾ ആക്ച്വൽ JEEയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും 15 ലക്ഷം കുട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിൽ ഒരു 150+ അല്ലെങ്കിൽ ഒരു 180+ ഒക്കെ സ്കോർ ചെയ്യാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം എപ്പോഴും വളരെ കുറവ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാരണം നമുക്കിതൊരു 1 മന്ത് കൊണ്ടോ 2 മന്ത്സ് കൊണ്ടോ ഒന്നും പ്രിപ്പയർ ചെയ്ത് തീർക്കാൻ പറ്റുന്ന സിലബസ് അല്ല. അതിന് മേ ബി 2 വർഷം വേണ്ടി വരും, ചിലപ്പോൾ 3 വർഷം വേണ്ടി വന്നേക്കാം. അതാണ് JEE മെയിൻ എന്ന് പറയുന്ന എക്സാമിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഓരോ സബ്ജക്റ്റിലെയും ടോപ്പറുടെ മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിലെ ടോപ്പ് മാർക്ക് വന്നിട്ടുള്ളത് 91 മാർക്കാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ 92 സ്കോർ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. മാത്തമാറ്റിക്സിലെ ടോപ്പർക്ക് 90 മാർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇനി ഓവറോൾ ടോപ്പറുടെ സ്കോർ നോക്കുകയാണെങ്കിൽ 300ൽ 260 ആണ് ഈ ഒരു മോക്ക് ടെസ്റ്റിലെ ഫസ്റ്റ് റാങ്ക് സ്കോർ ചെയ്തിട്ടുള്ള മാർക്ക്. ഫിസിക്സിൽ 80, കെമിസ്ട്രിയിൽ 90, അതുപോലെ മാത്തമാറ്റിക്സിൽ 90 സ്കോർ ചെയ്തുകൊണ്ടാണ് 260ലേക്ക് എത്തിയിട്ടുള്ളത്. ആരൊക്കെയാണ് നമ്മുടെ ടോപ്പേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദർശ് P ആണ് 260 മാർക്ക് വാങ്ങിക്കൊണ്ട് 300ൽ നമ്മുടെ ഈ ഒരു മോക്ക് ടെസ്റ്റിലെ റാങ്ക് 1 കരസ്ഥമാക്കിയിട്ടുള്ളത്. അസിൻ സമാൻ എന്ന് പറയുന്ന സ്റ്റുഡൻ്റ് ആണ് 241, അതുപോലെ റുഹാമ ലെനി 227, അഭിജയ് M 226 ഉണ്ട്, മാഹിർ അലി 224, ആദിത്യ 220 മാർക്ക്, ജിഷ്ണു 217, തലാൽ S 216, അഫ്സൽ 207, ആഹിൽ AK 207, ആദിദേവ് S 205, പിന്നെ മാധവ് 201 ഉണ്ട്, അഞ്ജലി ഓൾസോ 201, അമാൻ അൻവർ 199, ഇവാൻ ബിൻസൺ 196. ഇതാണ് നമ്മുടെ ടോപ്പ് 15 സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ പേരും അവരുടെ സ്കോറുമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ടൈ ബ്രേക്കർ നമ്മൾ എപ്പോഴും മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ടൈ ബ്രേക്ക് ചെയ്തിട്ട് മാത്സിൽ കൂടുതൽ മാർക്കുള്ള ആൾക്കാണ് എന്ത് ചെയ്യുക, ഹയസ്റ്റ് റാങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ അതും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിലെ മാർക്കാണ് നോക്കുക. ഇതാണ് ആക്ച്വൽ JEE മെയിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫുൾ റിസൾട്ടുള്ള PDF ആക്ച്വലി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ റിസൾട്ടുള്ള PDF-ഉം നമ്മൾ നടത്തിയ മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷൻസും ആൻസർ കീയും എല്ലാം അടങ്ങുന്ന ഒരു ഫോൾഡർ, ഒരു ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിസൾട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സാം എഴുതിയ ആളുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു വലിയൊരു റാങ്ക് ലിസ്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസും നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ റിവ്യൂസോ സജഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക്